രോഹിത് ശർമ്മ കായിക താരത്തിന് ചേരാത്ത തരത്തിൽ തടിയനാണ്. ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ എന്ന് എക്സ്പോസ്റ്റിൽ വിമർശനം. ഇതൊരു ബോഡി ഷെയ്മിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇവരുടെ പേരിൽ കേസെടുക്കാൻ കഴിയുമല്ലോ. ഈ പ്രസ്താവന അവർ പിന്നീട് പിൻവലിച്ചു എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ക്ഷമ ചോദിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? ഞാൻ ജീവിതത്തിൽ അങ്ങനെ ക്ഷമ ചോദിക്കൂല, ഞാൻ അങ്ങനത്തെ ആളുമല്ല. അപ്പൊ ഈ ഫിറ്റ്നസിന്റെ മേലെ എന്നെ ഇങ്ങനെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. പ്ലീസ് എന്റെ പാർട്ടിനെ കൊണ്ടുവരുത്. എന്റെ പാർട്ടിനെ എനിക്ക് ഭയങ്കര സ്നേഹം, അവരെന്നെ എപ്പോഴും പിന്തുണ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, എന്റെ ഒക്കെ നിൽക്കുന്ന പാർട്ടിയാണ്. രോഹിത് ശർമ്മ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനല്ല. കോൺഗ്രസിൽ ഒരു സ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഇനി സ്പോർട്സിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നു. ക്ഷമ എന്താണ് ഇങ്ങനെ അക്ഷമയായി പോകുന്നത്? രോഹിത് ശർമ്മയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ്. രോഹിത് ശർമ്മ കായിക താരത്തിന് ചേരാത്ത തരത്തിൽ തടിയനാണ്. ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ എന്ന് എക്സ്പോസ്റ്റിൽ വിമർശനം. കോൺഗ്രസിന്റെ വെറുപ്പിന്റെ കടയെന്ന് BJP വിമർശിച്ചു. जिस प्रकार की टिप्पणी कांग्रेस के नेताओं ने रोहित शर्मा जी के बॉडी पर की है, ये बॉडी शेमिंग, फैट शेमिंग तो है, पर ये बताता है कि ये मोहब्बत की दुकान नहीं, ये नफरत के भाईजान है, ये अपमान के भाईजान है। दरअसल इन्हें कोई भी ऐसी चीज जो भारत की सफलता है उससे चिढ़ और घिन आती है, तो कांग्रेस पार्टी जो है वो आग बबूला हो गई और भारत के खिलाफ विश्वमन करने लगी. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചെന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഇതൊരു ബോഡി ഷെയ്മിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇവരുടെ പേരിൽ കേസെടുക്കാൻ കഴിയുമല്ലോ ഈ ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ പേരിൽ? തീർച്ചയായും ഷമാ മുഹമ്മദിന്റെ പ്രസ്താവന വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അവർ ട്വിറ്റർ വഴിയാണ്, പഴയ ട്വിറ്റർ അതായത് ഇപ്പോഴത്തെ എക്സിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് അവർ കുറിച്ചത്. മാത്രമല്ല ഇവർ ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: രോഹിത് ശർമ്മ ഈസ് ഫാറ്റ് ഫോർ എ സ്പോർട്സ്മാൻ. ഒരു കായിക താരത്തിന് പറ്റുന്നതിനേക്കാൾ വലിയ ഒരു തടിയനാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഭാരം കുറയ്ക്കണം. മാത്രമല്ല ഇന്ത്യ കണ്ട ഏറ്റവും അൺഇംപ്രസീവ് ആയ ക്യാപ്റ്റനാണ് എന്ന് വരെ ഈ ആദ്യത്തെ പോസ്റ്റിൽ പറയുന്നു. അതിന് താഴെ വലിയ വിമർശനങ്ങൾ വന്നതിന് ശേഷവും ഈ വിമർശനം അവർ തുടരുകയാണ്. നേരത്തെ പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് ഒരു തരുമ്പ് പോലും പുറകോട്ട് പോയിട്ടില്ല. അവർ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ എന്നതാണ്. രോഹിത്തിന് മുൻപ് വന്ന ക്യാപ്റ്റന്മാരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇവരുമായി എന്ത് താരതമ്യമാണ് രോഹിത് അർഹിക്കുന്നത്? ഒരു ശരാശരി താരം, ഒരു ശരാശരി ക്യാപ്റ്റൻ മാത്രമാണ് രോഹിത് എന്നും അവർ പറയുന്നത്. അതായത് തുടക്കത്തിൽ പറഞ്ഞ പ്രസ്താവന വിവാദമായിട്ടും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഷമാ മുഹമ്മദ് തയ്യാറായിട്ടില്ല. മുംബൈ വിവരങ്ങൾ നൽകിയത്. എന്നാലും ഡോക്ടർ ഷമാ മുഹമ്മദ് ഒരു പൊതുപ്രവർത്തകനുള്ള ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കണമെന്ന കാര്യം രണ്ടു വട്ടം ആലോചിക്കണമെന്നാണ് 24 പറയാനുള്ളത്. ഷമാ മുഹമ്മദ് ഈ പ്രസ്താവന അവർ പിന്നീട് പിൻവലിച്ചു എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ക്ഷമ എന്നതിനേക്കാൾ അക്ഷമ എന്ന് പറയുന്നതായിരിക്കും ഒരു പക്ഷേ. അവർക്ക് ക്ഷമ ഒട്ടുമില്ല. ഇവര് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ വക്താവായിട്ട് വരാറുണ്ട്. അവർ വക്താവെന്നാണ് അവരെ അവകാശപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ക്ഷമയെ ഞങ്ങൾ അവിടെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ പറയാൻ വക്താവായിട്ട് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ഒരിടയ്ക്ക് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞിരുന്നു. അത് വാർത്തകളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ക്ഷമ പലപ്പോഴും വളരെ റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ സംസാര രീതി പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതിയാണ്. എന്റെ പാർട്ടിയുടെ വക്താവായിട്ടൊന്നുമല്ല, എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന് എനിക്ക് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ എന്താ ഇത്ര ഇതെന്ന്. ഒരു ക്രിക്കറ്റ് ആരാധിക എന്ന നിലയിൽ അതെന്നെ ഞാൻ ക്രിക്കറ്റ് കാണുമായിരുന്നു, ശരിക്കും നടന്നത്. ഞാൻ വൈകുന്നേരം കാണുമായിരുന്നു. ഞാൻ രോഹിത് ശർമ്മയുടെ ഇത് കണ്ടെങ്കിൽ കുറച്ച് തടിയുണ്ടല്ലോ അങ്ങനെ ട്വീറ്റ് ചെയ്തത്, വേറൊന്നുമല്ല. അപ്പൊ അതിന് അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ യെസ്, ഐ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ക്ഷമ ചോദിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? ഞാൻ ജീവിതത്തിൽ അങ്ങനെ ക്ഷമ ചോദിക്കൂല, ഞാൻ അങ്ങനത്തെ ആളുമല്ല. തെറ്റ് ചെയ്താൽ മാത്രം ക്ഷമ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കൂല. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല, അതിൽ ഉറച്ചു. ബിക്കോസ് ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എന്റെ ക്യാപ്റ്റനും കൂടിയാണ്. ക്ഷമയുടെ ഇഷ്ടമുള്ള ക്രിക്കറ്റ് താരം തന്നെയാണ്. എനിക്ക് എന്റെ ക്രിക്കറ്റ് ടീമിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അതല്ലേ ഞാൻ പറഞ്ഞ രാഹുൽ ദ്രാവിഡ് മുൻ ക്യാപ്റ്റനായും, വിരാട് കോഹ്ലി, സച്ചിൻ തെണ്ടുൽക്കർ, ഗാംഗുലി, അവരെല്ലാം ക്യാപ്റ്റൻ. ധോണി എന്റെ ഫേവറേറ്റ് ക്യാപ്റ്റൻ ആയിരുന്നു. അവരെല്ലാം ഫിറ്റാണ്. അപ്പൊ ഈ ഫിറ്റ്നസിന്റെ മേലെ എന്നെ ഇങ്ങനെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും തെറ്റാണ്. ഏതായതാണ് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ മറന്നുകൊണ്ടിരിക്കുക. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഞാൻ പറയുന്നില്ല, അതൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മണ്ഡവി അടക്കം പ്രതികരണമായി എത്തി. അതെ, ഞാൻ മൻസുഖ് മാണ്ഡവ്യയോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്താന്ന് അവരെ സ്വന്തം MP നടി അവരെന്താ പറഞ്ഞത്? കങ്കന റണൌത്ത് തീവ്രവാദി എന്നാണ് വിളിച്ചത് അദ്ദേഹത്തിന്. ഈ നമ്മളെ ഇന്ത്യൻ ക്യാപ്റ്റൻ തീവ്രവാദി എന്നാണ് കങ്കന റണൌത്ത് വിളിച്ചത് രോഹിത് ശർമ്മ. ഞാൻ എന്റെ ഒരു ഫിറ്റ്നസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ഇതുമില്ല, എനിക്ക് ഇഷ്ടമാണ് എന്റെ ഇന്ത്യൻ ടീം. അപ്പം ഒരു നമ്മളെല്ലാവരും ഐഡലൈസ് ചെയ്യുന്ന ഒരാള് ഫിറ്റ് അല്ലാതെ പറയുന്നതിന് എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാത്തത്. അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ ടീം ഇന്ന് കളിക്കുന്നുണ്ട്, എനിക്ക് അവർ വിജയിച്ചിട്ട് വരണം. ഇന്ന് ഓസ്ട്രേലിയയുടെ ഉള്ള കളി ഞാൻ കാണും. വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് എന്റെ ടീം, ഞാൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്, ഞാനൊരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണ്. എന്റെ ഇതിൽ എനിക്കൊരു 40 പുഷപ്സ് ചെയ്യാൻ പറ്റും, 20 സെറ്റ് ആയിട്ട്. ഞാൻ 100 200 മീറ്റേഴ്സിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് സ്പോർട്സോട് ഭയങ്കര സ്നേഹം. സത്യം പറഞ്ഞാൽ ഞാനൊരു പാഷനറ്റ് സ്പോർട്സ് പേഴ്സൺ ആണ്. ഞാൻ ഫുട്ബോൾ കളിക്കും, ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കും, ടെന്നീസ് കളിക്കും, സ്കീ ചെയ്യും, എല്ലാം. എന്ത് സ്പോർട്ട്, ത്രോ ബോൾ ആയാലും എന്തായാലും ഞാൻ കളിക്കും. സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞത് വിവാദമായി. അതൊരു വിവാദമായി, അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു നമുക്കിപ്പം പ്രതികരണമായി അല്ല, പക്ഷെ ഞാൻ പറയുന്ന പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഒരാള് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഒരു ഫിറ്റ്നസിന്റെ ഇഷ്യൂ. ഇപ്പൊ നമുക്കിപ്പോ ഫിറ്റ് ഇന്ത്യ ഉണ്ട്, കറക്റ്റ് അല്ലേ? പ്രധാനമന്ത്രിയുടെ ഫിറ്റ് ഇന്ത്യ ഉണ്ടല്ലോ, അതും ഇവിടുത്തെ ഇതിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ആ ഇതിൽ ഞങ്ങൾ പറയുന്നതല്ലേ. ഞങ്ങൾ പറയുന്നത് പറഞ്ഞാൽ ഒരാള്
നമ്മളൊരു സ്പോർട്സ് പേഴ്സൺ, ഞാൻ നിങ്ങളോട് ചോദിക്കൂല എന്തുകൊണ്ട് തടിയുണ്ടെന്ന്, നെവർ. ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത് ഫിറ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അതിന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്തത്. പക്ഷെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് എനിക്ക് റിഗ്രറ്റ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഓഫ് കോഴ്സ് ഞാൻ മാറ്റലില്ല. നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിക്കും? ഇല്ല, അവര് പറഞ്ഞു നിന്റെ വ്യക്തിപരമായിട്ട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ അത് ആദ്യം തന്നെ എല്ലാ ബൈറ്റിലും പറയുന്നുണ്ട്, ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. പ്ലീസ് എന്റെ പാർട്ടിനെ കൊണ്ടുവരുത്. എന്റെ പാർട്ടിനെ എനിക്ക് ഭയങ്കര സ്നേഹം, അവരെന്നെ എപ്പോഴും പിന്തുണ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി, എന്റെ ഒക്കെ നിൽക്കുന്ന പാർട്ടിയാണ്. അപ്പൊ ഇത് പാർട്ടിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുക സോഫമിൽ, അയ്യോ ഇതെന്താ ഇവൻ കുറച്ചൊന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വീറ്റ് ചെയ്ത്, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്റെ ടീം ജയിക്കുന്നതും ഞാൻ എല്ലാ വേൾഡ് കപ്പും വാച്ച് ചെയ്യുന്നതാണ്. എല്ലാത്തിനും ഞാൻ അവിടെ മുന്നിലുണ്ടാവും എപ്പോഴും. എത്രയോ എനിക്ക് പറ്റുന്നതെല്ലാം ടി വിയിൽ ഞാൻ വാച്ച് ചെയ്യും. അപ്പൊ എനിക്ക് സ്പോർട്സിനോടുള്ള സ്നേഹമാണ്. എന്റെ സ്പോർട്സിന്റെ ആൾക്കാർ അത് ഒളിമ്പിക്സിലായും ഫുട്ബോളിൽ ക്വാളിഫൈ ചെയ്യണം, വേൾഡ് കപ്പിൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കൊണ്ടുവരണം, അത്രയാണോ എന്റെ ഇതുള്ളൂ. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. ഞങ്ങളുടെ രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പ്രധാനമന്ത്രി, അവരെപ്പോഴും പറയുന്നു, പലപ്പോഴും ചിരി വരാറുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. വളരെ ബാലിശമായ രീതിയിലുള്ള പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു ചർച്ചയ്ക്ക് വരുമ്പം ഒന്ന് നമ്മൾ പഠിച്ചിട്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വരാതിരിക്കുക. ഒന്നും പഠിക്കാതെ എന്തെങ്കിലും പറയാൻ വേണ്ടി വരിക. നമ്മൾ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിന് എന്തുമാത്രം നിലവാരമുണ്ട്, അല്ല വിമർശനത്തിന് എന്തുമാത്രം സത്യമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്. അതൊന്നും ഇല്ലാതെ വന്ന് എതിർഭാഗത്തോട് വാശിപ്പുറത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിലെ അന്തിച്ചർച്ചകളിൽ കാണാറുണ്ട്. ഷമാ മുഹമ്മദിന്റെ പ്രസ്താവനകൾ പലപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷമാ മുഹമ്മദിനെ സംബന്ധിച്ച് ശർമ്മയുടെ കാര്യത്തിൽ ഇടപെടേണ്ട, ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല. രോഹിത് ശർമ്മ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനല്ല. കോൺഗ്രസിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടികളും പ്രത്യേകിച്ച് ഇതേവരെ മമതയൊന്നും അദ്ദേഹം കാണിക്കുന്നില്ല. ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ പ്രധാനമന്ത്രിയോടും ഭരിക്കുന്ന പാർട്ടിയോടും അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറുന്നുമുണ്ട്. മറ്റ് മീഡിയ പ്രവർത്തകരോടും ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന രീതിയിലും അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ശരീരത്തെക്കുറിച്ച് ഇത്രയും വിമർശിക്കാൻ ഷമാ മുഹമ്മദിന് എന്താണ് അധികാരം? സീനിയർ ക്രിക്കറ്റ് പ്ലെയർ അല്ല. അവര് ശർമ്മയെ കോച്ച് ചെയ്യുന്ന കോച്ചല്ല. BCCയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഇവരുമായിട്ട് ഒതുക്കാത്തൊരു കാര്യം എന്തിനാണ്? പിന്നെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ അവർ ഇത് ചെയ്തത് എന്ന് നമുക്ക് തോന്നുന്നു. ഷമ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിൽ ഒരു സ്ഥാനം കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഇനി സ്പോർട്സിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെ ക്രിക്കറ്റ് എന്ന് പറയുന്ന മേഖലയോട് ക്ഷമ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? രാഷ്ട്രീയം എവിടെ കിടക്കുന്നു, ക്രിക്കറ്റ് എവിടെ കിടക്കുന്നു? ഇവരെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഇവര് കോൺഗ്രസിന്റെ പ്രവർത്തകയാണെന്ന്, ഒരു കോൺഗ്രസിന്റെ വക്താവാന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് തന്നെ തള്ളുന്നവരെ, കേരളത്തിലുള്ള കോൺഗ്രസിന്റെ നേതാവ് തന്നെ തള്ളുന്നു. ഞങ്ങൾ ആരും അങ്ങനെ ഷമാ മുഹമ്മദിനെ ഒന്നും പറഞ്ഞു ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് കേരള സ്റ്റേറ്റിലെ കോൺഗ്രസ് നേതാവ് തന്നെ പറയും. രോഹിത് ശർമ്മ ഇന്ത്യക്ക് എക്കാലവും നേട്ടമല്ലാതെ ഒരു കോട്ട ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കളിയാവുമ്പോൾ ചില പൊട്ടും വിജയം. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ട ആവശ്യം ഷമാ മുഹമ്മദിന് എന്താണ്? ക്ഷമ എന്താണ് ഇങ്ങനെ അക്ഷമയായി പോകുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.